നമ്മൾ നേരത്തെ എം.എ. ബേബിയെ കേട്ടിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. അണുബാധ, ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായി എന്ന നില കൂടുതൽ വഷളാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. അത് നിലവിലുള്ള മരുന്ന് അല്ലെങ്കിൽ ചികിത്സ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് തോന്നുന്നു CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞത്. ആർ ശ്രീത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എം.എ. ബേബി ആശുപത്രിയിലെത്തി വി എസിനെ കണ്ടിരുന്നു. അതിനുശേഷം CPM ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്താണ് നിലവിലെ ആരോഗ്യാവസ്ഥ? ശ്രീത്, ഹാഷ്മി, വി എസ് അച്യുതാനന്ദന്റെ നില ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നാണ് CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഒരു പ്രതീക്ഷ. വി എസിന് തുടർച്ചയായ ഡയാലിസിസും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഡയാലിസിസ് ഇടവിട്ട് നടത്തുന്ന രീതിയായിരുന്നു. അത് മാറ്റി തുടർച്ചയായ ഡയാലിസിസ് എന്ന ചികിത്സയും ഇപ്പോൾ വി എസിന് നൽകുന്നുണ്ട് എന്നാണ് എം.എ. ബേബി പറഞ്ഞത്. ഇന്നലെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു. നിലവിലുള്ള ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിൻ്റെ പുറത്തുനിന്ന മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് ഇന്നും സ്ഥിതിഗതികൾ വിലയിരുത്തും, ആരോഗ്യനില വിലയിരുത്തും. വി എസ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്ന ആ നിലയിൽ മാത്രം മാറ്റമില്ല. ഇന്നിപ്പോൾ കൂടുതൽ CPM നേതാക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടോ? ആ ശ്രീത്ത്, M.V. ഗോവിന്ദനടക്കം ഇന്ന് ആശുപത്രിയിലേക്കുണ്ടോ? ഹാഷ്മി, കൂടുതൽ CPM നേതാക്കൾ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. M.V. ഗോവിന്ദൻ ഇന്ന് ആശുപത്രിയിലെത്തി വി എസിനെ കാണുമെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ രാവിലെ M.V. ഗോവിന്ദനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കൊച്ചിയിലാണ്. അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയുള്ളൂ. ഇന്ന് കൂടിക്കാഴ്ച ഇവിടെ വി എസിനെ സന്ദർശിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മറ്റു നേതാക്കൾ ആരെങ്കിലും വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പില്ല. M.A. ബേബി ഇന്ന് പുലർച്ചെയാണ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹം രാവിലെ തന്നെ ഇവിടെത്തി വി എസിനെ കാണാനായി വരികയായിരുന്നു. വി എസിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള ആശങ്കാകരമായ റിപ്പോർട്ടുകളെ തുടർന്നാണ് ബേബി കാണാനെത്തിയത്. എന്തായാലും വി എസ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് എന്നാണ് ബേബിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിലാണ് അടുത്ത അപ്ഡേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആർ ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിന് മെഡിക്കൽ ബുള്ളറ്റിൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്താണ് റിയൽ ആരോഗ്യാവസ്ഥ എന്നതിനെക്കുറിച്ച് ആ മെഡിക്കൽ ബോർഡ് ഉണ്ടാവും. എന്തായാലും നിരന്തര ഡയാലിസിസ് തുടരുന്നു എന്നാണ് M.A. ബേബി അടക്കമുള്ളവർ പറയുന്നത്. മരുന്നുകളോട് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്, അതാണ് ഒരു നേരിയ പ്രതീക്ഷ. അപ്പോഴും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നത് മാത്രമല്ല, അണുബാധ അടക്കമുണ്ടാവുന്നത് അത് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഇതല്ല പലയാവർത്തി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു നേതാവാണ്, ഒരു കരുത്തൻ പോരാളിയാണ് വി എസ് അച്യുതാനന്ദൻ. ഇക്കുറിയും അതുതന്നെ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം.